നമസ്കാരം. +1 ഫിസിക്സിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സൊല്യൂഷൻസുമാണ് നമ്മൾ ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇപ്പോൾ +1 +2 മാർക്കുകളുടെ ടോട്ടലാണ് ഹയർ സെക്കൻഡറിയിലെ മാർക്ക് എന്നെല്ലാവർക്കും അറിയാലോ. സോ +1 കിട്ടുന്ന മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ +1 മാർക്ക് കുറഞ്ഞു പോയവർക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെയും വളരെ കാര്യക്ഷമതയോടെയും ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്, ആക്യുറസി ആൻഡ് എറേഴ്സ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഈ ടോപ്പിക്സാണ് അതിൽ മെയിനായിട്ട് ചോദിക്കാറുള്ള കാര്യങ്ങൾ. ഈ ടോപ്പിക്സിൽ നിന്നാണ്. ഇപ്പോൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരേ ടൈപ്പുള്ള 1-2 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The accuracy in measurement depends on the limit or the resolution of the measuring instrument. State whether the above statement is true or false. B part. The percentage errors in measurements of A, B, C and D are 1%, 3%, 2% and 3% respectively. What is the percentage error in the measurement of P equal to A cube B square by root C into D? അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് ട്രൂ അല്ലേ. ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ ദി റെസൊല്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, ട്രൂ. സെക്കൻഡ് പാർട്ടിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. So percentage error in P, delta P by P, that is relative error into 100 ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടുക. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ 3 delta A by A plus 2 delta B by B plus half delta C by C plus delta D by D. ഹാഫ് എടുക്കാൻ കാരണം എന്താണ്? റൂട്ട് സി ആണ്. റൂട്ട് സി മീൻസ് C raised to half. അപ്പോൾ അതിൻ്റെ പവർ ഹാഫ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാഫ് ഡെൽറ്റ സി ബൈ സി എന്ന് എടുത്തത്. ദെൻ യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ പെർസെൻറ്റേജ് എറേഴ്സ് and you get the answer as 13%. Next question. The correctness of equation can be checked using the principle of homogeneity in dimensions. State the principle of homogeneity. Using this principle, check whether the equation f equal to 2 pi root of L by G is dimensionally correct, where f frequency, L length and G acceleration due to gravity. C part. Velocity v of a particle depends on time t as v equal to at square plus bt. Find the dimensions and units of a and b. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഈ ഒരു ലെസണിൽ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? ലെസൺ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? Yes, dimension of LHS equal to dimension of RHS, right? In an equation, this is always true. Then, correctness check ചെയ്യാൻ എന്താ ചെയ്യുക? How to check the correctness of an equation? Yes, find out the dimension of LHS, then find out the dimension of RHS and see whether they are ഈക്വൽ. രണ്ട് ഭാഗത്തും ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുക. LHSൻ്റെ ഡയമെൻഷൻ ഫോർമുല കാണുക, RHSൻ്റെ ഡയമെൻഷൻ ഫോർമുല കാണുക. രണ്ടും സെയിം ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് LHSൻ്റെ ഡയമെൻഷൻ T ഇൻവേഴ്സ് ആണ്, T⁻⁻1. RHSൻ്റെ ഡയമെൻഷൻ T ആണ്. സോ ദേ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി നോട്ട് കറക്റ്റ്. അതിൻ്റെ സി പാർട്ട്, V equal to at square plus bt. അതിൽ എ ബി കോൺസ്റ്റൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? വെൻ യു ഹാവ് എൻ ഇക്വേഷൻ
the left hand side and right hand side will be having the same dimensional formula. എന്ന് പറഞ്ഞാൽ വിയുടെ ഡയമെൻഷണൽ ഫോർമുലയും AT² പ്ലസ് BT എന്നതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആണ്. മറ്റൊന്ന്, വെൻ യു ആഡ് ഓർ സബ്ട്രാക്ട് ടു ടേംസ്, രണ്ട് ടേംസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ട് ലെങ്ത് ആഡ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ രണ്ട് മാസ് ആഡ് ചെയ്യും. പക്ഷേ ഒരു ലെങ്തും ഒരു മാസും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരേ ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസാണ് നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ AT² BTയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് AT² ഡയമെൻഷണൽ ഫോർമുലയും BTയുടെ ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആണ്. ആൻഡ് ദറ്റ് ഈസ് സെയിം ആസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് V. Okay, so we can write dimension of V equal to dimension of AT² equal to dimension of BT equal to LT raised to minus 1. That bracket denotes the dimension of the physical quantity. നമുക്ക് അറിയാലോ. അപ്പോൾ ഓരോന്നിൻ്റെ ഡയമെൻഷൻ എഴുതാം. AT² ഡയമെൻഷൻ LT raised to minus 1. അതിൽ നിന്ന് എയുടെ ഡയമെൻഷൻ നമുക്ക് എഴുതാം. LT raised to minus 1 by T². You'll get LT raised to minus 3. Similarly, BTയുടെ ഡയമെൻഷൻ LT raised to minus 1. അതിൽ നിന്ന് ബിയുടെ ഡയമെൻഷൻ എന്താ? LT raised to minus 1 by T equal to LT raised to minus 2. Okay? The lengths of two bodies measured by a meter scale are L1 equal to 20 plus or minus 0.5 centimeter and L2 equal to 15 plus or minus 0.2 centimeter. Calculate sum of these lengths, difference between the lengths. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഈ രീതിയിൽ സം അല്ലെങ്കിൽ ഡിഫറൻസ്, ചിലപ്പോൾ അത് ലെങ്തും ബ്രെഡ്ത്തും ആവാം, എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നോക്കാം അതിൻ്റെ സൊല്യൂഷൻ. സം is given by LS denotes the sum of the quantities. 20 plus 15 plus or minus 0.5 plus 0.2, you'll get 35 plus or minus 0.7 centimeter. Then difference LD equal to 20 minus 15 plus or minus 0.5 plus 0.2, so you get 5 plus or minus 0.7 centimeter. Okay, അപ്പോൾ L1 L2 നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യുക, സമ്മിൻ്റെ കേസിൽ ആഡ് ചെയ്യുക, ഡിഫറൻസിൻ്റെ കേസിൽ സബ്ട്രാക്ട് ചെയ്യുക. ചേഞ്ചിന് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് രണ്ടെണ്ണത്തിൻ്റെയും L1 ഈക്വൽ ടു ഇപ്പോൾ 20 പ്ലസ് ഓർ മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ 20യിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? 0.5 വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ രണ്ടാമത്തേതിലാണെങ്കിൽ 0.2 വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ വേരിയേഷൻ കൂടുകയാണല്ലോ ഉള്ളൂ. L1ൻ്റെ വേരിയേഷനും L2ൻ്റെ വേരിയേഷനും കൂടാൻ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് കൂടുക ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചേഞ്ച് എടുക്കുന്ന സമയത്ത് 0.5 പ്ലസ് 0.2 അതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, വെലോസിറ്റി cannot be added to temperature. This is in accordance with which law of physics? Then check the dimensional correctness of the equation PV equal to Fx, where P is the pressure, V is the volume, F is force and X is displacement. Again, this is in accordance with which law of physics? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, വെലോസിറ്റി cannot be added to temperature. വെലോസിറ്റിയും ടെമ്പറേച്ചറും കൂടി ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വെലോസിറ്റിയും വോളിയം കൂടി ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഏത് ലോ അനുസരിച്ചിട്ടാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കൂ. പി വി ഈക്വൽ ടു എഫ് എക്സ്, ഓരോന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയാണ് ആദ്യത്തേത്. ദെൻ പി വി ഈക്വൽ ടു എഫ് എക്സിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്, അതേ മോഡലിൽ തന്നെ. അപ്പോൾ പിയുടെ ഡയമെൻഷൻ എഴുതി, വോളിയം വിയുടെ ഡയമെൻഷൻ എഴുതി, ദെൻ എഫ് ഫോഴ്സ് ആണ്, MLT raised to minus 2, എക്സ് ലെങ്ത് ആണ്, അതിൻ്റെ ഡയമെൻഷൻ എൽ. ദെൻ എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി ML²T raised to minus 2, ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ കിട്ടി ML²T raised to minus 2. സോ രണ്ട് ഭാഗത്തും ഒരേ ഡയമെൻഷനാണ്. എൽ എച്ച് എസിൻ്റെ ഡയമെൻഷനും ആർ എച്ച് എസിൻ്റെ ഡയമെൻഷനും ഈക്വലാണ്.
and hence the equation is dimensionally correct. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എഴുതരുത്. എന്ത് ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് വെച്ചിട്ട് തനിയെ ചെയ്ത് നോക്കാം. ഓക്കെ, തനിയെ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ നോക്കി എഴുതല്ല വേണ്ടത്, ക്വസ്റ്റ്യൻ കണ്ടിട്ട് തനിയെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വൺ. The centripetal force depends on the mass of the body, velocity and radius of a circular path. Find the expression for the centripetal force acting on the body using the principle of dimensional analysis. Take constant k equal to 1. മറ്റൊരു പാട്ടും കൂടി ഉണ്ട്. When the planet Jupiter is at a distance of 824.7 million kilometers from the Earth, its angular diameter is measured to be 35.72 seconds of an arc. Calculate the diameter of Jupiter. എങ്ങനെയായി ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഇത് ഡെറിവേഷൻ ഡയമെൻഷൻ അനാലിസിസിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണിത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറൈവ് റിലേഷൻ കണക്റ്റിംഗ് വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ അതാണ് എ പാർട്ടിൽ വരുന്നത്. So we assume that the centripetal force equal to k into f of m raised to a, b raised to b, r raised to c. 3 ക്വാണ്ടിറ്റീസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പവേഴ്സ് നമ്മൾ എ ബി സി എന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി കെ നമുക്ക് തന്നിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് കെ ഈക്വൽ ടു 1. അപ്പോൾ ഇനി അങ്ങോട്ട് കെ നമ്മൾ ഒഴിവാക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക? യു റൈറ്റ് ദ ഡയമെൻഷണൽ ഫോമുല. നമുക്കറിയാം dimensional formula of LHS will be equal to the dimension of RHS. അപ്പോൾ എഫ് ഫോഴ്സ് ആണ്, ഡയമെൻഷൻ ml t raised to -2. Then right side le dimensions എഴുതാ m mass. So m is the dimensional formula. v velocity. അപ്പോൾ lt raised to -1 all raised to b. v raised to b ആണ്. So all raised to b. Then r length ആണ്, dimension l. So l raised to c. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എം റേസ് ടു എ, എൽ റേസ് ടു ബി പ്ലസ് സി. എല്ലിൻ്റെ ടേംസ് നമ്മൾ ഒരുമിച്ചെടുത്തു. സോ എൽ റേസ് ടു ബി പ്ലസ് സി ആൻഡ് ടി റേസ് ടു -1 ഓൾ റേസ് ടു ബി. സോ ദാറ്റ് ഇസ് ടി റേസ് ടു -b. ഇനി എന്ത് ചെയ്യണം? രണ്ട് സൈഡിലുള്ള പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ 1 ആണ്, റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ എ ആണ്. സോ യുൽ ഗെറ്റ് എ ഈക്വൽ ടു 1. സിമിലർലി ഇക്വേറ്റ് ദ പവേഴ്സ് ഓഫ് എൽ. Left side la L in the power 1, right side la it is B plus C. So you get B plus C equal to 1. Similarly, equate the powers of T. Left side la it is -2, right side la it is -B. So minus B equal to -2. അപ്പോൾ -B equal to -2, therefore B equal to 2. ഇപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു. Then what is C? C equal to 1 minus B എന്ന് എഴുതാലോ. 1 minus B. So 1 minus b ki substitute 2, that is -1, and a you already have. So substitute the values of a, b and c in the first equation. So k1 aanu, so f equal to m b square divided by r. Okay, c raised to -1 aanu. c -1 എന്ന് പറഞ്ഞാൽ r raised to -1 അല്ലെങ്കിൽ 1 by r. So f equal to mb square by r. Okay, see b പാർട്ടിൽ d തന്നിട്ടുണ്ട് 824.7 million kilometers. Million means into 10 raised to 6 kilometers. തീറ്റ 35.72 സെക്കൻഡ്സ് ആണ്. അത് നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ടുണ്ട് താഴെ. ഫോർമുല തീറ്റ ഈക്വൽ ടു b by d. ഓക്കെ, b ഈക്വൽ ടു d തീറ്റ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 824.7 into 10 raised to 6 into 10 raised to 3 because kilometers should be converted into meters. അതുകൊണ്ടാണ് വീണ്ടും into 10 raised to 3 ചെയ്തിട്ടുള്ളത്. into 35.72 സെക്കൻഡ്സ് ആണ്. അത് നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ ബൈ 180 ആണ് ചെയ്യുക. അപ്പോൾ 3.14 by 180. അതുകൊണ്ടാണ് താഴെ into 60 ചെയ്തത്. Seconds should be converted into degrees. കാരണം 1 degree equal to pi by 180 radian. Got it? 1 degree equal to pi by 180 radian. അപ്പോൾ 35.72 seconds എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്തു. 35.72 ഡിവൈഡഡ് ബൈ 60 into 60. പിന്നെ അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു ഇൻറ്റു പൈ ബൈ 180.
So you'll get 142.7 into 10 raised to 6 meters. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് 1 million means 10 raised to 6. ഓക്കെ, മില്യൺ മീൻസ് 10 raised to 6. അപ്പോൾ ആ കിലോമീറ്റേഴ്സ് നമ്മൾ വീണ്ടും പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 10 raised to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് മീറ്റേഴ്സിലാക്കാൻ വേണ്ടി. മറ്റൊന്ന് ഈ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ 35.72 സെക്കൻഡ്സ് ആണ്. നമ്മളെപ്പോഴും SI യൂണിറ്റ് ആണ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുക. SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. ഓക്കെ, അപ്പോൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇൻറ്റു π/180 ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സെക്കൻഡ്സാണ് തന്നിട്ടുള്ളത്. ആ സെക്കൻഡ്സ് ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 35.72 / 60 × 60 അത്രയും ഡിഗ്രീസ് ഇൻറ്റു π/180 അതും കൂടി ചെയ്യുമ്പോൾ റേഡിയനിലേക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പഠിച്ചതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്സ് ഇല്ലാതെ ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the true statement from the following. A year and light year have the same dimensions. The intensity of gravitational field has the same dimensions as that of acceleration. 1 angstrom is the mean distance between sun and earth. Parsecond is a unit of time. ഇതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? ആദ്യത്തെ നോക്കൂ. ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. കാരണം ഇയർ യൂണിറ്റ് ഓഫ് ടൈമാണ്, ലൈറ്റ് ഇയർ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. രണ്ടാമത്തത്, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. ദാറ്റ് ഇസ് ട്രൂ. 1 angstrom is the mean distance between sun and earth. സണ്ണും എർത്തും തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസിന് പറയാം ആങ്സ്ട്രം അല്ല, ഇറ്റ് ഇസ് നോൺ ആസ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുക. പാർസെക്കൻഡ് ഇസ് എ യൂണിറ്റ് ഓഫ് ടൈം. നോ, പാർസെക്കൻഡ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ബി. ബാക്കിയെല്ലാം ഫോൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nature of a physical quantity is described by its dimensions. Check the correctness of the equation V equal to V0 plus 80 by the method of dimensional analysis. Then besides the 7 base units, there are 2 more units in SI. The unit of solid angle is, options are radian, steradian, degree, candela. And the C part, which one of the following is a dimensional constant? Relative error of a measurement, relative density, gravitational constant, strain. ഓക്കെ, 3 സബ് ഡിവിഷൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആദ്യത്തേത് എങ്ങനെയാണ് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക? നമുക്കറിയാം LHS ഈക്വൽ ടു RHS ആയിരിക്കണം കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. ദെൻ ഏതാണ് ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്? ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് മീൻസ് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻറ്റ്. ഇതിലേതാണ് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻറ്റ്? നോക്കൂ, റിലേറ്റീവ് എറർ, അതിന് ഡയമെൻഷൻ ഇല്ല, കാരണം ഒരേ ക്വാണ്ടിറ്റിയാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. റിലേറ്റീവ് ഡെൻസിറ്റി ഡയമെൻഷൻ ഇല്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഉണ്ട്, അതേപോലെ സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. നോക്കൂ സൊല്യൂഷൻ. നമ്മൾ ഇതുവരെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, കൂടുതൽ പുതുതായിട്ടൊന്നുമില്ല. ഡയമെൻഷൻ ഓഫ് V0 കണ്ടുപിടിച്ചു, ഡയമെൻഷൻ ഓഫ് AT കണ്ടുപിടിച്ചു, അത് ഡയമെൻഷൻ ഓഫ് RHS LT raised to -1, ഡയമെൻഷൻ ഓഫ് LHS കിട്ടി LT raised to -1. രണ്ടും സെയിം ആണെന്ന് മനസ്സിലായി. സോ ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. The figure below shows the parallax method to measure the distance d of a planet S from the Earth. Mark the parallax angle theta in the figure. Explain how the distance d can be measured. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണിത്, മറ്റൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ പാർട്ട് mv² equal to mgh is dimensionally consistent. Check whether it is consistent. Then a dimensionally correct equation need not be actually an exact equation. അത് justify the statement. ഓക്കെ, നോക്കൂ സൊല്യൂഷൻ നോക്കൂ. നേരത്തെ അതേ ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. സോ ഹിയർ ആംഗിൾ ഇസ് തീറ്റ. തീറ്റ ഈക്വൽ ടു B/D.
അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ പാരലാക്സ് മെത്തേഡാണ് യൂസ് ചെയ്തതെങ്കിലും നേരത്തെ ഉള്ള കേസിൽ നിന്നും ഇപ്പോൾ ഉള്ള കേസിലും വ്യത്യാസമുണ്ട് അല്ലേ. നേരത്തെ ജൂപ്പിറ്ററിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്തത്, ഇപ്പോൾ നമ്മളിവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഒരേ മെത്തേഡാണ്, രണ്ട് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഡി. നേരത്തെ ചെയ്താണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ പാർട്ടിൽ എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. എന്താണ് ഇക്വേഷണൽ ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണോ എന്ന് അറിയാൻ എന്താ ചെയ്യുക? എം വി സ്ക്വയർ എം ജി എച്ചും ഈക്വൽ ആണോ നോക്കുക. ഡയമെൻഷനലി ഈക്വൽ ആണ്. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. വീണ്ടും രണ്ടാമത്തെ ആർ എച്ച് എസിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണ്. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. സോ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കൺസിസ്റ്റൻറ്റ്. പക്ഷേ അതിൽ ഒരു പാർട്ടുണ്ട്, അതിൽ ഇറ്റ് നീഡ് നോട്ട് ബി ആൻ എക്സാക്റ്റ് ഇക്വേഷൻ. എന്തുകൊണ്ടാണ്? ഇത് കറക്റ്റായ ഇക്വേഷൻ ആവണമെന്നില്ല. ഇത് കറക്റ്റായ ഇക്വേഷൻ ആണോ? എന്താ വ്യത്യാസം? ഇക്വേഷനിൽ എന്താ മിസ്റ്റേക്ക്? എന്താ? ഡയമെൻഷനലി കറക്റ്റാണ്, പക്ഷേ ഇക്വേഷനിൽ എന്താ ഒരു തെറ്റുള്ളത്? നമുക്കറിയാം എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ അല്ലേ. അപ്പോൾ ഹാഫ് ഇല്ല അവിടെ, അതാണ് അതിലെ പ്രശ്നം. പക്ഷേ ഈ ഹാഫ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. നമുക്കത് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതാണ് ഇത് ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ലിമിറ്റേഷനും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Length of a sheet is 17.3 plus or minus 0.3 centimeter and breadth is 3.12 plus or minus 0.08 centimeter. Calculate the percentage error in the area. Then using principle of homogeneity of equations, check whether the equation is correct. കണ്ടോ, ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിൽ സൊല്യൂഷൻ നോക്കാം. എ പാർട്ടിലെ സൊല്യൂഷനിലേക്ക് പോവാം. ഡെൽറ്റ എ ബൈ എ ഏരിയ, ദെൻ റിലേറ്റീവ് എറർ ഇൻ ഏരിയ. ഏരിയ ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. എ ഈക്വൽ ടു എൽ ഇൻറ്റു ബി. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. സോ തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ 0.3 by 17.3 പ്ലസ് 0.08 by 3.12. അത് പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4.29% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിലെയും പെർസെൻറ്റേജ് എറർ തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓരോന്നിൻ്റെയും എറർ മാത്രമാണ് തന്നത്, പെർസെൻറ്റേജ് എറർ നമ്മൾ കണ്ടുപിടിച്ചു. Question number 10. The correctness of equation can be checked using principle of homogeneity. State the principle of homogeneity. Using this principle, check whether the following equation is dimensionally correct. വീണ്ടും അതേ ടൈപ്പുള്ള ക്വസ്റ്റൻ ആണ്. Where m is mass of the body, v velocity, g acceleration due to gravity and h height. Then if percentage errors of measurement in velocity and mass are 2% and 4% respectively, what is the percentage error in kinetic energy? അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് പാർട്ടും ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ നമ്മൾ ഒരുപാടെണ്ണം അതുപോലെ ചെയ്ത് കഴിഞ്ഞതാണ്. കൈനറ്റിക് എനർജിയിലെ എറർ നോക്കാം. ആ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും അതും കൂടി ഒന്ന് നോക്കാം. സോ കൈനറ്റിക് എനർജി നമുക്കറിയാം, ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. എറർ ഡെൽറ്റ കെ ബൈ കെ ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് വെലോസിറ്റിയുടേത് 2 ഡെൽറ്റ വി ബൈ വി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നിട്ടുള്ളത് വെലോസിറ്റിയാണ്, മീൻസ് 4%. മാസിൻ്റെ വാല്യൂ പെർസെൻറ്റേജ് എറർ 4% ആണ്, വെലോസിറ്റിയുടേത് 2% ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ആൻസർ ഇസ് 8%. നെക്സ്റ്റ് വൺ. The error in the measurement of radius of a circle 0.6%. Find the percentage error in the calculation of the area of the circle. Name the principle used to check the correctness of equation. What is the number of significant figures? ഇവിടെയും റിപ്പീറ്റേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവാൻ വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയതാണ്. നോക്കൂ, ഏരിയ ഓഫ് സർക്കിൾ πr², എറർ ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു 2 delta r by r. So 2 into റേഡിയസിലുള്ള എറർ തന്നിട്ടുണ്ട് 0.6, that is 1.2%.
ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ദർ ആർ ഓൺലി 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടെത്താനുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. സോ ഹിയർ യു ഹാവ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് അടുത്തുള്ള 2 സീറോസ് നമ്മളിവിടെ കൗണ്ട് ചെയ്തിട്ടില്ല. അത് എന്താ പറയുക, 2 നോൺ ഡിജിറ്റ് നമ്പേഴ്സിനിടയിലാണെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള സീറോസ് കൗണ്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദ of moon, length, breadth and thickness of a block measured using vernier calipers, percentage error in measurements 2%, 1%, 3% respectively. Estimate the percentage error in its volume. Then physical quantity is given by h is equal to fv square L. Find the dimensions of h. So first നമുക്കറിയാം എന്താണ് മെത്തേഡ്, പാരലാക്സ് മെത്തേഡ്. Then volume of block, that is LBH, length into breadth into height. Error അങ്ങനെ കണ്ടുപിടിക്കാം. delta V by V equal to delta L by L plus delta B by B plus delta H by H. So substitute ചെയ്ത് കഴിഞ്ഞാൽ you will get 6%. Then H ൻ്റെ dimensional formula കാണാൻ we just have to substitute the dimensions of all quantities. Force ൻ്റേത് ml t raised to minus 2. Then v square lt raised to minus 1 the whole square into angular momentum. Angular momentum dimension ml square t raised to minus 1. mvr ആണ് angular momentum, mvr. അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുല അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്, നിർബന്ധമായിട്ട് പഠിക്കാം. സോ h is equal to ml raised to 5 t raised to minus 5. Next question. A boy recalls the relativistic mass wrongly as m equal to m0 by root of 1 minus v square. Using dimensional method, put the missing c at the proper place. Okay, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാസ് m equal to m0 by root of 1 minus v square, ഈ ഇക്വേഷൻ റോങ് ആണ്. അതിന് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്താണ്? c. c is the velocity of light, നമുക്കറിയാലോ. ആ c മിസ്സിംഗ് ആണ്. അതെവിടെ ആഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ. m ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ. സി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാസ് ആണുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ അപ്പം മാസ് തന്നെയായിരിക്കും. അതിൽ m0 മാസ് തന്നെയാണ്. അപ്പോൾ അവിടെ ഡയമെൻഷൻ ഓക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ താഴെയുള്ളത് ഡിനോമിനേറ്ററിലുള്ളതിന് ഡയമെൻഷൻ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, m ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് ഡിനോമിനേറ്റർ പാർട്ടിനുള്ളതിന് ഡയമെൻഷൻ ആവശ്യമില്ല. കാരണം എമ്മും m0 രണ്ടും മാസാണ്. അപ്പോൾ ഡയമെൻഷൻ അവിടെ ഓക്കെ ആയി. അപ്പോൾ താഴെയുള്ളത് 1 മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കും സി എവിടെയാണ് വരേണ്ടത് എന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടിയോ? നോക്കൂ. സോ സെക്കൻഡ് ടേം ഷുഡ് ബി ഡയമെൻഷൻലെസ് അല്ലേ. 1 മൈനസ് വി സ്ക്വയർ, അതിൽ 1 പോലെ തന്നെയായിരിക്കണം വി സ്ക്വയറും. 1 ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യാൻ ഒരു ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ 1 മൈനസ് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതേ ഡയമെൻഷനുള്ള ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താലല്ലേ ഡയമെൻഷൻ ഇല്ലാണ്ടാവുള്ളൂ. മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ മിസ്സിംഗ് ടേം സി സ്ക്വയർ ആണ്. ഇറ്റ് ഇസ് റിട്ടൺ ആസ് m equal to m0 by root of 1 minus v square by c square. Next one. All physical quantities can be expressed in terms of dimension. Write the physical quantities of the following dimensions. ml t raised to minus 1. രണ്ടാമത്തേത് ml square t raised to minus 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. ml t raised to minus 1 നമുക്കറിയാം ലീനിയർ മൊമെൻറ്റത്തിൻ്റെതാണ്. Then ml square t raised to minus 2 is the dimension of work. Okay, അപ്പോൾ ഇതുപോലെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും ചോദിക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കാം. Next one. To measure distance we use different units. Which of the following is the largest unit of length? അപ്പോൾ കിലോമീറ്റർ, ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർ സെക്കൻഡ്, ഇത് നാലും എന്തിൻ്റെ യൂണിറ്റാണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്.
ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇത് ഓരോന്നും എത്രയുണ്ടെന്ന് അറിയണ്ടേ? ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? പാർ സെക്കൻഡ് എത്ര മീറ്ററാണ്? നോക്കാം. സി 1 kilometer 10⁻³ meter. 1 astronomical unit or AU 1.496 into 10⁻11 meter. 1 light year means 9.46 into 10⁻15 meter. 1 parsecond means 3.26 light year. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇയർ എത്രയാണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർ സെക്കൻഡ് ആണ് ഏറ്റവും വലിയ യൂണിറ്റ്. അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉൾപ്പെടുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തത്, നിങ്ങൾ കണ്ടത്. ഇതേ മോഡലാണ് എല്ലാ ക്വസ്റ്റ്യൻസും, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആ ലെസൺ രണ്ടാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങൾക്ക് ആ പഠിച്ചത് റിക്കോൾ ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.